എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സോഫ്റ്റ് ആയിട്ടും വായിലിട്ടാൽ അലിയും വിധം തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഗോതമ്പ് ഇലയുടെയാണ്. ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഇതുവരെയും ഇതുപോലൊരു ഇലയുടെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണേ. നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാനും വീഡിയോ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് ഇലയുടെ തയ്യാറാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് ഇലയുടെ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് അളവില് ഗോതമ്പ് പൊടി എടുക്കാം. ഇനി ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ 1 സ്പൂൺ അളവില് നെയ്യും കൂടെ ചേർക്കാം. നെയ്യ് ചേർക്കുന്നത് നമ്മൾ വാഴ ഇലയിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കുമ്പോൾ അതൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് ഈ പൊടി നല്ലോണം ഇലക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം പൊടി ഒന്ന് നനച്ചെടുക്കണം. ഇതിനായിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് വെള്ളത്തിൽ നിന്നും കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്ത് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. നമ്മളിത് ഇലയിൽ വെച്ച് പരത്തിയെടുക്കില്ല ചെയ്യുന്നത്. കുറച്ച് ലൂസായിട്ട് മാവ് മിക്സ് ചെയ്തെടുത്തിട്ട് ആ ഒരു മിക്സ് വാഴയിലയിലേക്ക് കോരി ഒഴിച്ചാണ് പരത്തിയെടുക്കാനും പോകുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തപ്പോഴും നല്ല കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സാധാരണ പച്ച വെള്ളമാണ് കേട്ടോ. അങ്ങനെ നമുക്ക് മുഴുവൻ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴും നല്ല കട്ടിയായിട്ടാണ് മാവ് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. വീണ്ടും വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. 1 കപ്പ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയായതുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വെള്ളത്തിന്റെ അളവ് വളരെ കുറച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ടും. നമുക്ക് ഒരു തവി വെച്ചിട്ടൊന്ന് കോരി ഒഴിച്ച് നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ മാവിന്റെ പരുവം. ഇത്രയും കട്ടിയായിട്ടാണ് നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോ കട്ടകളായിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഈ മാവൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിന്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം. നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ചെറിയ നാളികേരം തിരുമിയതാണ് ഈ ഒരു പാനിലേക്ക് ചേർക്കേണ്ടത്. നാളികേരം ചേർത്ത് വെള്ളം ഒന്ന് പോയി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പൊടി ഒന്ന് ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് ശർക്കരപ്പൊടി ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ശർക്കര പാനിയും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ശർക്കരപ്പൊടിയിൽ കല്ലും മണ്ണൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിത് അരിക്കാതെ തന്നെയാണ് പൊടി ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ശർക്കര പാനിയും നാളികേരവും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ചെറിയ തീ വെച്ചിട്ട് വേണം നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ടും. ശർക്കരയൊക്കെ നല്ലതുപോലെ ഉരുകി ഒന്ന് അലിഞ്ഞു വരുന്ന ഒരു പാകത്തിലേക്കായി വരും. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട്. ഏലക്കപ്പൊടി കൂടെ ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരയിൽ നിന്നും അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അതുവരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ശർക്കരപ്പൊടി വാങ്ങി വെക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിലാണ് നമുക്ക് ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവില് നല്ല ജീരകം കൂടെ ചേർക്കാം. ഈ ഒരു ജീരകത്തിന്റെ സ്വാദ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഈ ജീരകം കൂടി ചേർത്ത് വീണ്ടും നല്ലോണം തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ശർക്കരയിലെ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാല് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതാ കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഒരുപാട് നേരം നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ ഇതെല്ലാം നല്ലതുപോലെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പാകമാകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ശർക്കരയിൽ ഒരു തുള്ളി പോലും വെള്ളമൊന്നും തന്നെ ഇല്ല. ഇനിയിപ്പോ നമുക്ക് അട പരത്തിയെടുക്കാം. ഇനിയിപ്പോ നമ്മൾ മിക്സ് ചെയ്ത മാവൊന്ന് തുറന്ന് നോക്കാം. മാവ് ഇപ്പോഴും നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതുപോലൊരു കൺസിസ്റ്റൻസി തന്നെയാണ് നമുക്ക് വേണ്ടതും. ഇനി ഉടൻ തന്നെ നമുക്ക് അട പരത്തിയെടുക്കാം. ഇനി ഒരു വാഴയില എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഗോതമ്പ് പൊടിയായതുകൊണ്ട് തന്നെ നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ സാധിക്കും. മാവ് ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഭാഗത്തായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇല മടക്കി കൊടുക്കാം. ഇല മടക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതുപോലെ ഒന്ന് ഇങ്ങനെ പൊതിഞ്ഞെടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ പൊതിഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവിയിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. ആദ്യ അട പരത്തി കഴിഞ്ഞാൽ അടുത്തത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. രണ്ടാമത്തെ അടയും ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. വീണ്ടും ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇല മടക്കി കൊടുക്കാം. പരത്തിയെടുത്തിട്ടുള്ള 2 അടയും നമ്മൾ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. ഇലയിൽ പരത്തിയെടുക്കുന്ന സമയത്ത്
ഇത്രയും ഗ്യാപ്പ് ഇട്ട് വേണം നമുക്ക് പരത്തിയെടുക്കാനായിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത മാവ് പുറത്തേക്ക് വരാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആവിയിൽ വെന്ത ഇലയുടെ തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഇല എടുക്കുമ്പോൾ അത്യാവശ്യം വലിയ ഇല നോക്കി എടുക്കാൻ ശ്രമിക്കുക. മാവ് കോരി ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആവി പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കണം. ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് പരത്തിയെടുത്ത് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഗോതമ്പ് ഇലയുടെ വേവിക്കാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് അട വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒരു വാഴ ഇലയിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ഇലയുടെ താഴേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. വളരെ സോഫ്റ്റ് ആണ്, വായിലിട്ടാൽ അലിയും വിധമാണ് നമുക്കിത് വേവിച്ചെടുക്കാനും സാധിക്കുന്നത്. അങ്ങനെ ഇലയുടെ ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഒന്ന് ചൂടാറി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലുള്ള പ്രായമായ അമ്മച്ചിമാർക്കും അച്ഛന്മാർക്കും ഒക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ അടയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.